സാറേ ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ ഇവൻ്റെ ബ്ലഡ് ഒക്കെ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്. അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല. ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നോണ്ട് പബ്ലിക് ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജില്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ, ഞങ്ങള് അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കൊണ്ടുവരാം. ശരി സാർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ ബാധം അടിച്ചിട്ട് തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് ഇളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോൾ അട്ട ചോര ഓടിച്ചാൽ ഉടനെ വീർത്ത് വന്നിരിക്കുമോ? നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോൾ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളം അടിച്ച് ആകെ അടിച്ച് ഒരു ബെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണാന്ന് പറഞ്ഞ വണ്ടി തുറക്ക. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മാർക്കി അയാളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. സർ, ഇതെന്താണോ സംഭവം? ഒരു ആക്സിഡന്റ് കേസായിട്ടാണ് സർ റിപ്പോർട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് 307. അയാൾക്ക് എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ടില്ല. വയറിലും മുതുകിലുമായിട്ട് 2 വെട്ടേറ്റിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ അയാളുടെ? അന്വേഷിക്കുന്നുണ്ട് സർ. ഈ ചാനലുകാരി പെണ്ണെങ്ങനെയാണോ ഇതിനിടെ വന്ന് പെട്ടത്? സർ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാവണം ഈ വെട്ടേറ്റയാൾ ഓടി വന്ന് വീണത്. ഇവരുടെ വണ്ടിയുടെ മുന്നിലാണ്. ഇവർ തന്നെയാണ് സർ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആണല്ലോ അല്ലേ? ആണ് സർ. പിന്നെ ആ പെണ്ണിന് കൊമ്പിച്ചിരി കൊടുല്ല സാർ. ഒന്ന് വട്ടം കറക്കാന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയ സ്റ്റേഷൻ ജാമത്തിൽ വിട്ടേക്കാം സർ. നിൽക്കി, ഞാൻ പറയാം. NI എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവരുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓ തമ്പ. ആ നമസ്കാരം മാഡം. രാത്രി കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല, 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പോവാം. അതിനിടയിൽ ആ മർഡർ അറ്റംപ്റ്റ് ഒന്ന് പെട്ടതുകൊണ്ട് അല്ലേ കുഴപ്പമില്ലായിരുന്നു. അയ്യോ സാറേ, നിയമത്തിന്റെ കാര്യമൊന്നും മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാ നിയമവും അരച്ച് കലക്കി കുടിച്ച ആളാ. അതെ, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അയ്യോ സാറേ, വണ്ടി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് CSR ചെക്ക് ചെയ്തതേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെ പിന്നെ നാളെ വണ്ടി എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? നോക്കടോ. ഓക്കെ സാർ. മാഡം, ഒന്ന് കൂടി മാറി നിൽക്കൂ. ഇത് ആരുടെയാ? ബർത്ത്ഡേ കേക്കാ സാറേ.
ഇന്ന് റിയയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ഈ ബർത്ത്ഡേ മാഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അല്ലേ മാഡം? ഇതിനകത്തൊന്നും ഇല്ല സാർ. ആ തന്നെ നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ. സർ പിന്നെ കീ തന്നെ. എടാ ആൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? വേറൊരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സാറി ഒന്നു ഞാൻ വരാം. ഈ വരുന്ന CA കുറച്ച് കുഴപ്പം. ഹാ, എന്ത് കുഴപ്പം? ഇതൊക്കെ ഡീൽ ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. ആ സാറേ, നമുക്ക് ഇപ്പൊ തന്നെ ഇവരെ അങ്ങ് വിടാലോ അല്ലേ? നമ്മുടെ പിള്ളേരാ. താനാരാ? ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. ഈ ഫ്രാൻസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ MD ആ സാറേ. വേണമെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. ഏത്? എന്തിന്? അല്ല സാറേ, ഇതൊക്കെ ചെറിയൊരു ആക്സിഡന്റ് കേസല്ലേ. ആക്സിഡന്റ് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഏത്? എടാ നിന്റെ കൂട്ടത്തിൽ ഈ നിയമം വകുപ്പ് പറഞ്ഞിടാത്ത ഒരാൾ പോലും ഇല്ലേ? സാറേ ആ വണ്ടി ഫ്രാൻസിസിന്റെയാ. RC ഓണറും പുള്ളി തന്നെയാ. RC ഓണർ നീയാ? യാ. അപ്പൊ നീ ഇവിടെ നില്ല. അയ്യോ അത് പറ്റത്തില്ല, എനിക്ക് ഗോവയ്ക്ക് പോകണം. നീ എപ്പോ എവിടെ എങ്ങനെ പോണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായടാ? മനസ്സിലായി. ഉം. നീ വന്നേ. അയാളെ കുഴപ്പക്കാരന് ഗോവ നമ്മുടെ ബാഗാണോ? ഒരു ഉത്തരവാദിത്വമില്ല. അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ച്. എന്തുവാടാ ഇത്? നിന്റെ ഡംബൽസ് മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്ക് വന്നു. എന്താടാ? അയ്യോ ഞാൻ പോകുന്നില്ല സാർ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ആ വണ്ടി ഞാൻ അടിച്ചു പറിക്കും സാർ. സാധനത്തിനകത്തില്ല. അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ ഫ്രാൻസിസ് പുണ്യാളോ. മുതലാളി, ഇതാണോ സാഗർ ഇലിയസ് ജാക്കിയൊക്കെ നടത്തുന്ന ബിസ്ക്കറ്റ് കച്ചവടം? അങ്ങനെ നമ്മളും അധോലോകമായടാ അയ്യപ്പാ. അയ്യോ എന്റെ ജോർജ്, നീ പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള. ആ ബാഗ് പോലീസിന് എടുത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നാ നീ കൊണ്ട് കൊടുക്ക്. ചെല്ല് കൊണ്ട് കൊടുക്ക്. എടി വിടാനായിരുന്നെങ്കിൽ ആ CAക്ക് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ വിടായിരുന്നു. അയാൾ ഈ മൂടിന് തീ പിടിച്ച പോലെ ഓടി നടക്കുന്നത് നിന്നെ പൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനാ. ഇപ്പൊ ഈ സാധനമായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും പുള്ളി ഈ കേസ് നിന്റെ തല വെച്ച് കെട്ടും. ഉറപ്പല്ലേ? ഒന്നാമതെ കുറെ പാർട്ടിക്കാർ പിന്നെ ഈ കാണുന്ന പോലീസുകാരും ഒക്കെ നിനക്കെതിരാ. അതിനിടയിലേ ഇപ്പം